എന്തൊക്കെയായിരുന്നു? പാലമിടുന്നു, നോട്ടീസിൽ പേര് വെക്കുന്നു, അംഗത്വം പുതുക്കാൻ വീട് കയറി ഇറങ്ങുന്നു. അങ്ങനെ മുൻമന്ത്രി ജി സുധാകരന്റെ പേരിൽ CPM നടത്തിയ രക്തപുഷ്പാഞ്ജലി അടക്കം വിപ്ലവ സഖാവ് വിഫലമാക്കി കളഞ്ഞു. ഏറെ നാളായി CPMവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരൻ. പാർട്ടിയുമായുള്ള ബന്ധം സുധാകരൻ പൂർണ്ണമായും വിച്ഛേദിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായിരുന്നു. ആ വാർത്തകൾ ശരിവെക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനമായി. CPMന്റെ നിലവിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ ആയതുകൊണ്ട് തന്നെ ജി സുധാകരനെ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താൻ CPM ഉന്നത നേതൃത്വം വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പാർട്ടി അംഗത്വം പോലും പുതുക്കാതെ പരസ്യമായി പാർട്ടിയോടുള്ള പരിഭവം സുധാകരൻ അറിയിച്ചിരുന്നു. പിന്നീട് അംഗത്വം പുതുക്കണമെന്ന അഭ്യർത്ഥനയുമായി നേതാക്കളടക്കം സഖാവിനെ സമീപിച്ചെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സമീപനമായിരുന്നു സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷം പിണറായി വിജയൻ നേരിട്ടെത്തി അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുമെന്ന് വാർത്ത വന്നെങ്കിലും മുഖ്യമന്ത്രി അതിന് മുതിർന്നില്ല. അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും മുൻപോട്ട് വെച്ച കാൽ ഒരടി പിന്നോട്ട് വെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സുധാകരൻ നിൽക്കുന്നത്. കുട്ടനാടിന്റെ സ്വപ്ന പദ്ധതിയായ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക ക്ഷണം ഉണ്ടായിട്ടും വരാൻ കഴിയില്ലെന്ന് സുധാകരൻ വിളിച്ചറിയിച്ചിരുന്നു. CPMന്റെ വഴിക്ക് ഇനിയില്ലെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചിരിക്കുമ്പോഴാണ് CPMനെ ഒന്നാകെ അങ്കലാപ്പിലാക്കി മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നത്. UDFന്റെ പിന്തുണയോടെ സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടാനുള്ള സാധ്യത പ്രബലമാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചാൽ UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി കഴിഞ്ഞു. നേരത്തെ RMPയുടെ കാര്യത്തിൽ കണ്ടതുപോലെ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ LDFനെ പരാജയപ്പെടുത്താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്ന രീതി UDF ഇവിടെയും പരീക്ഷിച്ചേക്കും. സുധാകരന്റെ നിലപാടിനെ UDF വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആലപ്പുഴയിൽ VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരൻ UDFനൊപ്പം നിന്നാൽ അതൊരു വലിയ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. കേരളത്തിലെ തന്നെ വിരലിലെണ്ണാവുന്ന അഴിമതിരഹിത നേതാക്കളിൽ ഒരാളെന്ന ഇമേജാണ് ജി സുധാകരനുള്ളത്. പ്യുവർ വൈറ്റ് ഇമേജുള്ള ഒരു നേതാവ് തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ചെറുതല്ലാത്ത ആഘാതം പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. CPMന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ആലപ്പുഴയിൽ സുധാകരനെ പോലൊരു നേതാവിന്റെ പിന്മാറ്റം പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാവും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ലതിക സുഭാഷ് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ ആഘാതം ജി സുധാകരന്റെ നീക്കം CPMന് ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. CPMലെ വിഭാഗീയതയുടെ കാലത്ത് ഔദ്യോഗിക പക്ഷത്ത് ഉറച്ചുനിന്ന നേതാവാണ് ജി സുധാകരൻ. JSS രൂപീകരണ സമയത്തും മനോജ് കുരിശിങ്കൽ പാർട്ടി വിട്ടു പോയപ്പോഴും പാർട്ടിയെ ശക്തമായി പ്രതിരോധിക്കാൻ അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നു. എപ്പോഴും പാർട്ടി ലൈനിനൊപ്പം നിന്നിട്ടുള്ള ഒരു നേതാവ് ഇപ്പോൾ പാർട്ടി വിരുദ്ധ നിലപാടിലേക്ക് വരുന്നത് CPMന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുകയും UDF പിന്തുണയ്ക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ വിജയം തടയാൻ LDFന് വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും.